നമ്മൾ ഓരോരുത്തരും വിചാരിക്കില്ലേ, എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വന്നേ, എന്തിനാ ദൈവം എപ്പോഴും എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ എന്നൊക്കെ നമ്മൾ ഓരോരുത്തർ പറയത്തില്ലേ. ഞാനും പറയട്ടെ ചില സമയത്ത്. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ പറയില്ല. കാരണം ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുന്നേ ഓരോ നല്ലതിന് വേണ്ടിയാണ്. ചിലതൊക്കെ ചില പ്രശ്നങ്ങളിലൂടെ നമുക്ക് ചിലത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ചിലപ്പോൾ ആ ഒരു പ്രശ്നം നമ്മൾ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ ഒരു പ്രശ്നം വരുമ്പോഴായിരിക്കും നമ്മളവിടെ സ്റ്റക്കാവും. പക്ഷേ നമ്മൾ അടുത്ത സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഇതിലും വലിയൊരു പ്രശ്നത്തിലോട്ടായിരിക്കും നമ്മൾ മേ ബി ചാടാൻ പോകുന്നത്. അതിന് ദൈവം അവിടെ നമ്മളൊരു തട നിർത്തി, മോനെ അല്ലെ മകനെ അല്ലെ മകളെ നീ പോവരുത് എന്ന് പറഞ്ഞ് സ്റ്റക്കായിട്ട് നിർത്തിക്കുന്നത്. അല്ല, ദൈവത്തിനൊന്നും നമ്മളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നും അല്ല കേട്ടോ. ജീവിതം അങ്ങനെയാന്നേ. എപ്പോഴൊക്കെ ഓരോരോ ചില പ്രശ്നങ്ങൾ വരും. അത് നമ്മളെ നല്ലതിന് വേണ്ടി, നല്ലത് പഠിക്കാനും നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും ഒക്കെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളെല്ലാം പഠിച്ചു. അന്നേരം ഞാൻ ആദ്യമൊക്കെ പ്രശ്നം വരുമ്പോൾ ഇറങ്ങും, എന്തിനാ ദൈവം ഇങ്ങനെ പ്രശ്നം വരുന്നത്, എന്താ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ എല്ലാം ലാസ്റ്റ് ദൈവം എല്ലാം നല്ലതിന് വേണ്ടിയേ ചെയ്യത്തുള്ളൂ. അപ്പൊ എപ്പോഴും നല്ലത് ചിന്തിക്കുക, നല്ലത് ചെയ്യുക, നല്ലത് പ്രവർത്തിക്കുക. നമ്മൾ ആർക്കും ദോഷമൊന്നും ചെയ്യാൻ പോകണ്ടെന്നേ. ഗുണത്തിനും പോണ്ട ദോഷത്തിനും പോണ്ടെന്നേ. നമ്മൾ നമ്മുടെ വഴി നോക്കി പോയാൽ പോരെ. അങ്ങനെയൊക്കെ ചെയ്താൽ മതിയെന്നേ. ലൈഫ് ഒന്നല്ലേ ഉള്ളൂ.